ബിഗ് ബോസ് മലയാളം സീസൺ 6-ലെ 15-ാമത്തെ എപ്പിസോഡ് 14-ാമത്തെ ദിവസം. ഇന്ന് ലാലേട്ടൻ വന്നിട്ടുള്ള സ്പെഷ്യൽ വീക്കെൻഡ് എപ്പിസോഡായിരുന്നു. ഒരുപാട് കാര്യങ്ങൾ ലാലേട്ടൻ അവിടെ ആ എപ്പിസോഡിൽ ചർച്ച ചെയ്യുകയുണ്ടായി. ബിഗ് ബോസിനോട് ചോദ്യം ചോദിക്കുന്നുണ്ട് ലാലേട്ടൻ, അതിനൊരു കറക്റ്റ് ആയിട്ടുള്ള മറുപടി പറയുന്നുണ്ട് ബിഗ് ബോസ്. അതാണ് ഇന്നലത്തെ എപ്പിസോഡിന്റെ ഹൈലൈറ്റ് ആയിട്ട് ഉണ്ടായിരുന്നത്. ബിഗ് ബോസ് പക്ഷാപാതം കാണിക്കുന്നു എന്നാണ് ലാലേട്ടൻ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. കാരണം ജാസ്മിന്റെ വിഷയമായിട്ട് ബന്ധപ്പെട്ടിട്ട് സോഷ്യൽ മീഡിയയിൽ നടന്നുകൊണ്ടിരിക്കുന്ന ചർച്ച, അതിനെ ബേസ് ചെയ്തിട്ടാണ് ലാലേട്ടൻ ആ ചോദ്യം ചോദിച്ചിട്ടുള്ളത്. ഒരുപാട് പ്രേക്ഷകരുടെ റിക്വസ്റ്റും കമന്റുകളും മാനിച്ചുകൊണ്ടാണ് ലാലേട്ടൻ ആ ഒരു ചോദ്യം ബിഗ് ബോസിനോട് ചോദിക്കുന്നത്. പക്ഷാഭേദം കാണിക്കുന്നു എന്ന തരത്തിലുള്ള ഒരു റെസ്പോൺസ് ആണ് പ്രേക്ഷകരുടെ ഇടയിൽ നിന്നും വരുന്നതെന്ന് ലാലേട്ടൻ പറയുമ്പോൾ അതിനുള്ള കൃത്യമായിട്ടുള്ള ഒരു മറുപടിയാണ് ബിഗ് ബോസ് കൊടുക്കുന്നത്. ബിഗ് ബോസ് വീട്ടിലെ മത്സരാർത്ഥിയായ ജാസ്മിൻ ജാഫറിന്റെ ഉപ്പയും ജാസ്മിനും തമ്മിൽ സംസാരിക്കുന്ന ഒരു ഫോൺ കോൾ അത് പുറത്തു വിട്ടിട്ടില്ല എന്നുള്ളതിന്റെ പേരിലാണ് ഒരുപാട് ഇഷ്യൂസ് കഴിഞ്ഞ ആഴ്ചയിൽ ഉണ്ടായിട്ടുള്ളത്. ഒരുപാട് സോഷ്യൽ ബുള്ളിയിങ് ഉൾപ്പെടെ ജാസ്മിൻ നേരിടേണ്ടി വന്നിട്ടുണ്ട്, സൈബർ അറ്റാക്കുകൾ ഉൾപ്പെടെ. അപ്പോൾ ഈ ഒരു സമയത്ത് ഇതിനുള്ള ഒരു എക്സ്പ്ലനേഷൻ ആണ് ബിഗ് ബോസ് ലാലേട്ടൻ വഴി നമ്മളിലേക്ക് എത്തിക്കുന്നത്. അതായത് ഈ ഒരു മത്സരാർത്ഥികളെയോ കാഴ്ചക്കാരെയോ മത്സരത്തെയോ ബാധിക്കുന്ന ഒന്നായിരുന്നില്ല ആ ഫോൺ കോൾ എന്നതാണ് ബിഗ് ബോസ് അതിൽ പറയുന്നത്. അവരുടെ വീട്ടിലെ തീരുമാനങ്ങൾ എടുക്കുന്നതിൽ ഒരു പ്രധാന പങ്ക് വഹിക്കുന്ന ആളായതുകൊണ്ടും മത്സരത്തിന് മുകളിലാണ് മനുഷ്യത്വം എന്നുള്ളത് കൊണ്ടും ജാസ്മിന്റെ ഫാദറുമായിട്ട് ജാസ്മിൻ സംസാരിക്കുന്ന ആ ഒരു ഫോൺ കോള് പുറത്തുവിടാനായിട്ട് അവർക്ക് താല്പര്യമില്ല എന്ന് അറിയിച്ചത് കൊണ്ടുമാണ് ഈ ഒരു ഫോൺ കോള് പുറത്തുവിടാത്തതെന്നാണ് ബിഗ് ബോസ് പറയുന്നത്. അതായത് ജാസ്മിന്റെ പപ്പയ്ക്ക് ഹെൽത്ത് കണ്ടീഷൻ കുറച്ച് മോശമായ ഒരു സാഹചര്യത്തിൽ അതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങളാണ് ജാസ്മിനുമായിട്ട് അദ്ദേഹം സംസാരിക്കുകയുണ്ടായിരുന്നത്. അത് തികച്ചും ഒരു പേഴ്സണൽ ആയിട്ടുള്ള ഒരു കോൾ ആയതുകൊണ്ട് തന്നെ പുറത്തുവിടാൻ അവർക്ക് താല്പര്യമില്ല എന്ന് അവരെ അറിയിക്കുകയും അതുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ടാണ് ആ ഒരു ഫോൺ കോളിന്റെ ഭാഗം മാത്രം കട്ട് ചെയ്തിട്ടുണ്ടായിരുന്നത് എന്നതാണ് ബിഗ് ബോസ് ലാലേട്ടനോട് പറയുന്ന വിശദീകരണം. ഈ ജാസ്മിന്റെ ഈ ഒരു പ്രശ്നത്തിന് ശേഷം അടുത്തതും ജാസ്മിന്റെ തന്നെ ഒരു പ്രശ്നമാണ് അവിടെ ചർച്ച ചെയ്യപ്പെട്ടിട്ടുണ്ടായിരുന്നത്. അതായത് ജാസ്മിന്റെയും ഗബ്രിയുടെയും ആ ഒരു കോംബോയ്ക്ക് എതിരെ ബിഗ് ബോസ് ഹൗസ് ഒന്നടങ്കം തള്ളിപ്പറഞ്ഞ് അവരെ ആ ഒരു പ്രതിക്കൂട്ടിൽ നിർത്തുന്ന ഒരു സാഹചര്യമാണ് കാണാനിടയായത്. ജബ്രി കോംബോ എന്ന് പറഞ്ഞിട്ടൊരു ഹാഷ്ടാഗുകളോട് കൂടിയിട്ടാണ് ഈ സോഷ്യൽ മീഡിയയിൽ ഇവരുടെ കോംബോസും വീഡിയോസും കാര്യങ്ങളും ഇവർക്കെതിരെയുള്ള ട്രോൾസും ഒക്കെ പോയിക്കൊണ്ടിരിക്കുന്നത്. ഈ ഒരു സാഹചര്യത്തില് ബിഗ് ബോസ് ഹൗസിനുള്ളിലെ ബാക്കി 16 കണ്ടസ്റ്റൻസും ഇവർക്ക് രണ്ടുപേർക്കും എതിരെ നിന്നുകൊണ്ട് ഒരേ സ്വരത്തിൽ പറഞ്ഞു, ഇവർ രണ്ടായിട്ടല്ല ഒന്നായിട്ടാണ് കളിക്കുന്നതെന്ന്. ഈ ഒരു കാര്യങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് എല്ലാവരുടെയും അഭിപ്രായങ്ങൾ ചോദിക്കുന്ന ഒരു സമയത്ത് പക്കയായിട്ട് ഇവർ ഒരു കാര്യത്തിലും വീട്ടിലെ ഒരു കാര്യങ്ങളിലും ഇടപെടുന്നില്ല എന്നുള്ള ഒരു പരാതി മൊത്തത്തിൽ ആ വീട്ടിലുണ്ടാവുകയും അപ്പൊ അതിനുള്ള ആ ഒരു എക്സ്പ്ലനേഷൻസ് അവർ രണ്ടുപേര് കൊടുക്കുകയും അതിനുശേഷം അവസാനം ലാലേട്ടൻ ഇതിനെ വാൺ ചെയ്യുകയൊക്കെ ചെയ്യുന്നുണ്ടായിരുന്നു. എല്ലാവരും മൊത്തത്തിൽ ഒരു പരാതിപ്പെട്ടി തുറന്ന ഒരു ഇതായിരുന്നു അവിടെ ഉണ്ടായിരുന്നത്. ബിഗ് ബോസ് ഹൗസിൽ എല്ലാവരും അവരുടേതായ പ്രശ്നങ്ങൾ ആ സമയത്ത് പറയുന്നുണ്ടായിരുന്നു. അതിനുശേഷം ലാലേട്ടന്റെ മുന്നിൽ നിന്ന് തന്നെ സിജോയും റോക്കിയും തമ്മിൽ ഒരു അടിപിടി കൂടുകയുണ്ടായി. കാരണം റോക്കി കഴിഞ്ഞ വീക്കില് അവിടെ ഒരു പ്രോപ്പർട്ടി ഡാമേജ് നടത്തുകയുണ്ടായി. അപ്പം ബിഗ് ബോസ് അനൗൺസ് ചെയ്തിരുന്നു അത് അവരുടെ റൂൾസിന് ഏറ്റവും എതിരായിട്ടുള്ള ഒരു വയലേഷൻ തന്നെയാണ് ചെയ്തിട്ടുള്ളത് എന്നുള്ളത് ബിഗ് ബോസ് പറയുകയുണ്ടായി. അപ്പൊ അതുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ട് റോക്കിക്ക് വാർണിംഗ് ചെയ്യുകയും റോക്കിക്ക് അതിനുള്ള ഒരു ശിക്ഷ കൊടുക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട്. അതായത് ഈ വീക്കിലെ എലിമിനേഷനിൽ നിന്നും റോക്കി സേഫ് ആവുകയാണെന്നുണ്ടെങ്കിൽ അടുത്ത ആഴ്ചത്തെ എലിമിനേഷനിലേക്ക് ഡയറക്റ്റ് ആയിട്ട് റോക്കിയെ ബിഗ് ബോസ് തന്നെ നോമിനേറ്റ് ചെയ്യുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായത്. ആ ഒരു സമയത്ത് ഈ പ്രോപ്പർട്ടി വയലേഷനെ പറ്റിയിട്ടൊക്കെ സംസാരിക്കുന്ന സമയത്ത് അവിടെ നടന്നൊരു സമരത്തെ പറ്റിയിട്ട് ലാലേട്ടൻ ചോദിക്കുകയുണ്ടായി. സിജോയും റോക്കിയും മുൻനിന്നുകൊണ്ട് ചെയ്തൊരു സമരമായിരുന്നു, വളരെ രസകരമായ ഒരു സമരമായിരുന്നെങ്കിലും അതിനെപ്പറ്റി ചോദിക്കുന്ന സമയത്ത് അതിന് മുമ്പിട്ട് നിന്നത് ആരാന്ന് ചോദിക്കുമ്പോൾ സിജോ ആണെന്നും സിജോയും റോക്കിയാണെന്നും റോക്കിയും പറയുന്ന ഒരു സമയത്ത് ലാലേട്ടന്റെ മുമ്പിൽ വെച്ച് അതിനെ പറ്റിയിട്ട് റോക്കി അതിനൊരു ന്യായീകരണം കൊടുക്കുകയും അതിനുശേഷമുള്ള സമയത്ത് റോക്കി അതിനെ പറ്റിയിട്ട് സിജോയോട് ഭയങ്കരമായിട്ട് സംസാരിക്കുകയും ഒരു പ്രശ്നം അവിടെ ക്രിയേറ്റ് ചെയ്യുകയും ഒക്കെ ഉണ്ടായി. അപ്പൊ സിജോയും റോക്കിയും തമ്മിലുള്ള ആ ഒരു കോംബോ വന്ന അന്ന് മുതൽ അവർ ഒന്നിച്ച് നിന്ന് കളിക്കുന്ന ഒരു സാഹചര്യം
സാഹചര്യമാണ് കണ്ടിട്ടുള്ളത്. ആ ഒരു കോംബോ അവിടെ ബ്രേക്ക് ആവുന്ന ഒരു സിറ്റുവേഷൻ ആണ് കണ്ടിട്ടുള്ളത്. അതോടൊപ്പം 19 പേരിൽ നിന്ന് തുടങ്ങിയ ബിഗ് ബോസ് ഷോ രതീഷ് എന്ന ആൾ ഔട്ടായി 18 ആവുകയും അതിനുശേഷം ഇപ്പോൾ ഇന്നലത്തെ എപ്പിസോഡിൽ നിഷാനയാണ് ഈ വീക്കിൽ ഔട്ടായിട്ടുള്ളത്. നിഷാന ഔട്ടായി ഇപ്പോൾ 17 കണ്ടസ്റ്റൻസോട് കൂടിയിട്ടാണ് ബിഗ് ബോസ് ഹൗസ് പോകുന്നത്. ഇനി ഇന്നത്തെ ഒരു എപ്പിസോഡ് കൂടി വന്നു കഴിയുമ്പോൾ ഇനിയിപ്പോൾ വേറൊരു എവിക്ഷനും കൂടി ഉണ്ടാകുമോ എന്നുള്ളത് സംശയമാണ്. അതോ ഈ വീക്കിൽ ഒരു എവിക്ഷൻ ആണോ ഡബിൾ എവിക്ഷൻ ആണോ എന്നുള്ളത് ഈ ഒരു എപ്പിസോഡിലെ നമുക്ക് മനസ്സിലാവുള്ളൂ.